അപ്പോൾ അത് ഓർത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അതായത് ആ നിമിഷം, മരണത്തിൻ്റെ നിമിഷം അദ്ദേഹം പശ്ചാത്തപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ദുഃഖിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ 2282 ഖണ്ഡികയിൽ, മതബോധനത്തിലെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ഇതിൽ ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്വത്തെ ചില സാഹചര്യങ്ങളിൽ ലഘൂകരിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സറിയുന്നത്, ഹൃദയം അറിയുന്നത് എല്ലാ മനുഷ്യരെക്കാൾ ഉപരിയായിട്ടുള്ള ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ കരുണ ഒരു രക്ഷയ്ക്കുള്ള ഒരു അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതേ ഓർത്തുകൊണ്ട് നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഓർക്കുമ്പോൾ സഭ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്.